ബഹ്റൈനിലെ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ടെമ്പിൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും ഈ ഒരു ക്ഷേത്രത്തിൽ എത്താനായിട്ട് ഏകദേശം 20 മിനിറ്റോളം ടൈം ആവശ്യമുണ്ട്. ഏകദേശം 8 കിലോമീറ്ററാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. മനാമ ഗോൾഡ് സൂക്കിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ജ്വല്ലറീസൊക്കെ റോഡ് സൈഡിൽ കാണാൻ പറ്റും. ഈ കാണുന്ന ക്ലോക്ക് ടവറും അതിനടുത്തുള്ള മോസ്കും ഈ മനാമയുടെ വേറൊരു ഐഡൻറ്റിറ്റി കൂടെയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന ആർച്ചിൽ കൂടെയാണ് നമുക്ക് ടെമ്പിളിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഉള്ളത്. 1949 പണി കഴിപ്പിച്ചിട്ടുള്ള ആർച്ചാണിത്. ഈ വഴിയിലൂടെ അല്പം നടക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലായിട്ട് നിറയെ ഷോപ്പുകൾ, ആൻറ്റിക്സ് കളക്ഷൻസ് ഒക്കെ ഉള്ള ഷോപ്പുകൾ ഒരുപാട് കാണാൻ പറ്റും. ഇത് ഏർലി മോർണിംഗ് ആയത് കാരണം തന്നെ കടകളെല്ലാം ഓപ്പൺ ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അല്പദൂരം നടന്നു കഴിയുമ്പം നമുക്കൊരു ചെറിയൊരു ഇടനാഴി പോലുള്ളൊരു വഴി കാണാൻ പറ്റും. അതിനകത്ത് നേരെ പോകുന്നത് നമ്മുടെ ക്ഷേത്രത്തേക്കുള്ള എൻട്രൻസ് ആണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1817 സ്ഥാപിതമായ മനാമയിലെ ഒരു പൈതൃക ഹിന്ദു ക്ഷേത്രമാണ് ശ്രീനാഥ്ജി ക്ഷേത്രം. 7 വയസ്സുള്ള കുട്ടിയായി അവതരിപ്പിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ ഒരു രൂപമാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. ബഹ്റൈൻ്റെ തലസ്ഥാന നഗരമായ മനാമയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യ വിഭജനത്തിന് മുമ്പ് സിന്ധിൽ നിന്ന് കുടിയേറിയ തട്ടായ് ഭാട്ടിയ ഹിന്ദു സമൂഹമാണ് 1817 ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 2019 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം സന്ദർശിക്കുകയും $4.2 മില്യൺ ക്ഷേത്ര നവീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് വീഡിയോ ക്യാമറ പെർമിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത്. അപ്പോൾ നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു.